ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JP ക്രിയേഷൻ നട്ട്സ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഈ ഒരു പ്ലാന്റിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ഫിലോഡോൺഡ്രോൺ സമ്മർ ഗ്ലോറി. സമ്മർ ഗ്ലോറിയുടെ ഒരു പ്ലാന്റാണ് ഇത്. 2 പ്ലാന്റ്സ് ആണിത്. ഈ സമ്മർ ഗ്ലോറിയുടെ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുതിയതായിട്ട് വരുന്ന ലീഫുകൾ ഇതുപോലെ പിങ്ക് കളറായിരിക്കും. ഒരു ദിവസം കഴിയുന്തോറും ഇതിൻ്റെ പിങ്ക് കൂടി വരും. പിന്നീട് ഈ ഒരു രീതിയിൽ വന്നിട്ട് ഇതിനകത്തൊരു പിങ്ക് ഷെയ്ഡ് പോലെ വരും. ഇത് നല്ല വളർച്ച എത്തിയാൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ഭംഗി നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് അത്യാവശ്യം ഇച്ചിരി വളർന്ന പ്ലാന്റാണ്. ഇത് ഒട്ടും വെയിലടിക്കാത്തടുത്ത് വെച്ചിരുന്ന പ്ലാന്റാണ്. ഇത് അത്യാവശ്യം കുറച്ചൊക്കെ ഒരു ഷെയ്ഡ്, ഒരു 50% ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റ് ഇരുന്നത്. ഈ 50% ഷെയ്ഡിലിരിക്കുന്ന പ്ലാന്റുകളാണെങ്കിൽ ഈ ഒരു ചെറിയ രീതിയിൽ ഈ നല്ല രീതിയിൽ കളർ വരികയും ചെയ്യും. എന്നാൽ 50% മാത്രമേ ഇവയ്ക്ക് വെയിൽ അത്യാവശ്യമുള്ളൂ. അതിൽ കൂടുതൽ വെയിലടിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ചൊള്ളിപ്പോവും, ഇതിൻ്റെ ഭംഗി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇതിൻ്റെ പോട്ട് മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആന്തൂറിയം പ്ലാന്റ്സുകൾക്ക് കൊടുക്കുന്ന ഏത് പോട്ട് മിക്സും നമുക്ക് ഈ ഒരു പ്ലാന്റിന് കൊടുക്കാം. ആന്തൂറിയം പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന കൊക്കോ ചിപ്സ്, അതുപോലെ തന്നെ കൊക്കോ പീറ്റ്, പിന്നെ പെർലൈറ്റ്, ചാണകപ്പൊടി, മണ്ണ്, ഇവയെല്ലാം നമുക്ക് ഈ ഒരു പോട്ട് മിക്സ് ആയിട്ട് ഇവയ്ക്ക് കൊടുക്കാം. നല്ല രീതിയിൽ വെള്ളം വാർന്ന് പോവുകയും വേണം. അത്യാവശ്യം കുറച്ച് ഒരു നനവ് എപ്പോഴും നിൽക്കണം. അങ്ങനെയുള്ള പോട്ട് മിക്സാണ് ഈ പ്ലാന്റിന് നമുക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ് സമ്മർ ഗ്ലോറിയുടെ ഈ ഒരു പ്ലാന്റിന്. ഈ ഒരു ലീഫിൻ്റെ ഭംഗി തന്നെയാണ് ഇവയുടെ റേറ്റ് കൂടാനുള്ള കാരണവും. നമുക്ക് ഈ ഒരു സമ്മർ ഗ്ലോറിയുടെ പ്ലാന്റ് നമുക്ക് ഇൻഡോറായിട്ട് വെക്കാൻ ഏറ്റവും നല്ലൊരു പ്ലാന്റാണ്. 50% മാത്രമേ ഇവയ്ക്ക് വെയിൽ അത്യാവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറായിട്ട് വെക്കാനൊക്കെ വളരെ നല്ലൊരു പ്ലാന്റാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് ഒരു 6 മാസം കഴിയുന്തോറും ഇതിൻ്റെ വളർച്ച കൂടി വരും. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവച്ചിട്ട് ഒരു 4 മാസമായ പ്ലാന്റാണിത്. ഇത് ഒട്ടും വെയിലടിക്കാത്തടുത്ത് വെച്ചതുകൊണ്ടാണ് ഈ ഒരു രീതിയിലിരിക്കുന്നത്. ഇത് അത്യാവശ്യം 50% ഷെയ്ഡിൽ വെച്ച പ്ലാന്റാണ്. ഇത് ഞാൻ കാർപോർച്ചിൽ വെച്ച പ്ലാന്റും ഇതെന്നാൽ ഒട്ടും വെയിലടിക്കാതെ പുറവശത്തിരുന്ന പ്ലാന്റുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. പുതിയ ലീഫ് വന്നതിന് ഇതിനാണെങ്കിൽ കളർ കുറവായിരിക്കും, പക്ഷേ ഇതിന് അത്യാവശ്യം നല്ല കളറും ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു പുതിയ ലീഫ് വരുന്നതിന് ഈ ഒരു റെഡ് കളറായിരിക്കും വരുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഗ്ലോറിയോസും സീബ്ര പോലെയൊക്കെ ഇതിൻ്റെ തണ്ടിൽ ഇങ്ങനെ നീളത്തിൽ വരും. നമ്മൾ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലാന്റിന് എപ്പോഴും നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിന് മാർക്കറ്റിൽ നമുക്ക് നേരത്തെയൊക്കെ 800-ന് മേലോട്ട് റേറ്റ് ഉള്ള ഒരു പ്ലാന്റ് ആയിരുന്നു. ഇപ്പം 500 ഒക്കെ ഉള്ള റേറ്റ്. 500, 450 ഇതിന് റേറ്റ് വരുന്നത്. ഇപ്പോഴും ആ ഒരു റേറ്റിൽ തന്നെ ഇപ്പോഴും പോകുന്നത്. അത്ര നല്ല ഡിമാൻഡുള്ള പ്ലാന്റാണ്. നമ്മൾ നഴ്സറിയിലൊക്കെ ഹോൾസെയിൽ റേറ്റ് തന്നെ നമുക്ക് 450 രൂപയ്ക്കാണ് തരുന്നത്. അപ്പോൾ നമ്മൾ 550 രൂപയ്ക്ക്, 650, 700-ന് 800-ന് വിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പക്ഷെ നേരത്തെയൊക്കെ നല്ല ഡിമാൻഡുള്ള ഒരു പ്ലാന്റാണ്. നല്ല റേറ്റ് ഉണ്ടായിരുന്നതിന് 1000-ന് മേലോട്ട് റേറ്റ് ഉണ്ടായിരുന്ന പ്ലാന്റാണ്.